Hi, I am Dr. Priya Radhakrishnan, infertility specialist, Isha Gynecology and Fertility Center, consultant gynecologist, Palakkad Cooperative Hospital. ഇന്ന് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള ചില മിഥ്യാധാരണകൾ തിരുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മെൻസ്ട്രൽ കപ്പ് ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു സാധനമാണ്. ഇതിനെക്കുറിച്ച് എല്ലാവരും കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ആർത്തവ സമയത്ത് ആർത്തവ രക്തം ശേഖരിച്ച് നമുക്ക് പുറത്ത് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. സാനിറ്ററി പാഡ്സിനും തുണികൾക്കും പകരം എക്കോ ഫ്രണ്ട്ലി ആയിട്ടും കോസ്റ്റ് ഇഫക്റ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മെൻസ്ട്രൽ കപ്പ്. ഈയിടെയായി ഇതിനെക്കുറിച്ച് വളരെയധികം മിഥ്യാധാരണകൾ പുറത്തു വരുന്നുണ്ട്. അതിലൊന്നാണ് മെൻസ്ട്രൽ കപ്പ് ശരീരത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കിടക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറും, ലീക്കേജ് വരും എന്നുള്ളത് വളരെ തെറ്റായ ധാരണയാണ്. മെൻസ്ട്രൽ കപ്പിൻ്റെ ഹോൾ പർപ്പസിനെ അത് ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് രക്തം പുറത്തു പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്, ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അതായത് കൂടുതൽ രക്തസ്രാവമുള്ളവർക്ക് 8 മണിക്കൂറിന് പകരം 6 മണിക്കൂറിൽ ഇത് എടുത്ത് വെളിയിൽ കളഞ്ഞ് ക്ലീൻ ചെയ്ത് പിന്നെയും വെക്കേണ്ടി വന്നേക്കാം. അല്ലാതെ സ്വിം ചെയ്യാനോ ഡാൻസ് ചെയ്യാനോ മറ്റ് എക്സസൈസ് ചെയ്യാനോ ഇത് വെച്ച് കഴിഞ്ഞാൽ തടസ്സം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ബ്ലഡ് ഗർഭപാത്രത്തിൻ്റെ മുഖം അഥവാ സെർവിക്സ് വഴി തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് കയറി അത് ട്യൂബിൽ വന്ന് എൻഡോമെട്രിയോസിസ് ഉണ്ടാക്കുന്നുള്ളതാണ്. എൻഡോമെട്രിയോസിസിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തവരാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. എൻഡോമെട്രിയോസിസ് ഒരിക്കലും അങ്ങനെയല്ല ഉണ്ടാകുന്നത്. എൻഡോമെട്രിയോസിസ് ഗർഭപാത്രത്തിലെ രക്തം ട്യൂബ് വഴി സ്പില്ല് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് പോലും കംപ്ലീറ്റ്ലി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഗർഭപാത്രത്തിന്റെ മുഖം എന്ന് പറയുന്ന സെർവിക്സ് അടഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ വെച്ചിരിക്കുന്ന ഈ മെൻസ്ട്രൽ കപ്പിലെ രക്തം തിരിച്ചു കയറി പോകുന്ന കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. മൂന്നാമതായി, ഈ രക്തം അവിടെ പോയി പൊട്ടി രക്തത്തിൽ അഡ്നെക്സൽ മാസസ് അഥവാ കട്ടി ഉണ്ടാവും എന്നൊരു കാര്യം കേട്ടു. അതും വളരെ തെറ്റായ ഒരു ധാരണയാണ്. ഇതിലെ മെൻസ്ട്രൽ കപ്പിൽ വരുന്ന ബ്ലഡ് ശേഖരിച്ച് വെച്ച് നമുക്ക് ഡിസ്പോസ് ചെയ്യാം എന്നല്ലാതെ ഇതിലെ ബ്ലഡ് കട്ടി ഒന്നും ഉണ്ടാക്കാൻ കഴിവുള്ളതല്ല. അതുപോലെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു സാധനമാണ് മെൻസ്ട്രൽ കപ്പ്. വളരെ നിർജീവവും എന്താ പറയുക ഹൈപ്പോ അലർജിക്കും ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ കപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉണ്ടാകാനുള്ള യാതൊരു ചാൻസും ഇല്ല. പോളിസിസ്റ്റിക് ഓവറി എന്താണെന്ന് അറിയുന്നവർക്ക് അതറിയാം. അത് ഹോർമോണൽ ഇഫക്റ്റ് കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. മെൻസ്ട്രൽ കപ്പിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കോസ് ചെയ്യാനുള്ള കാര്യം ഇല്ല, അതിനുള്ള കഴിവുമില്ല. അങ്ങനെ ഒരു സൈഡ് ഇഫക്റ്റ് ഇതിന് പ്രൂവ് ചെയ്തിട്ടും ഇല്ല. ഇതെല്ലാം വളരെയധികം മിഥ്യാധാരണകൾ സമൂഹത്തിൽ പ്രചരിക്കുന്നത് കൊണ്ടാണ് പലരും ഇത് ഉപയോഗിക്കാൻ മടിക്കുന്നത്. വളരെ ഇക്കോ ഫ്രണ്ട്ലിയും കോസ്റ്റ് ഇഫക്റ്റീവുമായിട്ടുള്ള ഈ സിലിക്കോൺ മെൻസ്ട്രൽ കപ്പ് വളരെ പ്രയോജനപ്രദവും നല്ലതുമാണ്. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനും ഇതിന് കഴിവില്ല. ഇനി മെൻസ്ട്രൽ കപ്പ് എങ്ങനെ ഉപയോഗിക്കാം, അതെങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക്